ഹലോ എവ്രി വൺ, എൻ്റെ പേര് ശ്രീവിദ്യ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഐ എം ഗോയിങ് ടു ബി ടോക്കിംഗ് അബൌട്ട് സം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ദാറ്റ് വിമൻ ക്യാൻ അഡോപ്റ്റ് ടു മേക്ക് ആർ ലൈഫ്സ് മച്ച് മോർ കാം ആൻഡ് സ്ട്രെസ് ഫ്രീ. സോ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിങ് ഓൺ വൺ ടാസ്ക് അറ്റ് എ ടൈം. എനിക്ക് തോന്നുന്നു ആണുങ്ങൾ പൊതുവെ അവർക്ക് മൾട്ടി ടാസ്കിങ്ങിൻ്റെ എബിലിറ്റി കുറവാണ്. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, നമുക്ക് മൾട്ടി ടാസ്ക് ചെയ്യാൻ സ്വയമേ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് വി ക്യാൻ മൾട്ടി ടാസ്ക് അല്ലേ. പല കാര്യങ്ങളും ഒരു സമയത്ത് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര അനുഗ്രഹം തന്നെയാണ്. പക്ഷേ വാട്ട് ഐ ഹവ് സീൻ ഇസ്, ഇൻക്ലൂഡിങ് മീ, മോസ്റ്റ് ഓഫ് ദി വിമൻ വി ടെൻ ടു ഓവർ ബേർഡൻ ourselves അല്ലേ. നമ്മൾ കുറേ ജോലികൾ നമുക്ക് തന്നെ ഇങ്ങനെ കൊടുത്തിട്ട് അവസാനം ബേൺ ഔട്ടിലോട്ട് നമ്മൾ തന്നെ കൊണ്ടെത്തിക്കും. വേറെ ആരുമല്ല അതിന് ഉത്തരവാദി, നമ്മൾ തന്നെയാണ്. നമുക്ക് എടുക്കാൻ പറ്റുന്നതിലും കൂടുതൽ ജോലികൾ നമ്മളെടുത്ത് തലയിൽ വെച്ചിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് മൾട്ടി ടാസ്കിങ് ഇസ് ഗുഡ്. പക്ഷേ എല്ലാ കാര്യത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം. നമുക്ക് പറ്റാത്ത അത്രയും ജോലികൾ നമ്മളെടുത്ത് തലയിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പയ്യെ ബ്രേക്ക് എടുത്ത് പയ്യെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. എനിക്കറിയാം ഇപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ചേച്ചിമാരാണെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബിക്കോസ് ഇതെല്ലാം ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരുപാട് മൾട്ടി ടാസ്ക് ചെയ്യാണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ലീവേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കും. സോ നെക്സ്റ്റ് തിങ് ഇസ് ബാലൻസിങ് ആൻഡ് പ്രയോറിറ്റൈസിങ്. സോ മൾട്ടിപ്പിൾ റോൾസ് നമ്മൾ മാനേജ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, വീട്ടിലെ കാര്യങ്ങളുണ്ടായിരിക്കും, അങ്ങനെ പല റോൾസ് ഡെക്കറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ വിമൻ ഇൻ ജനറൽ. സോ നിങ്ങൾക്കതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അത് തന്നെ ആദ്യം ചെയ്ത് തീർക്കുക. ഇപ്പം എന്നെ സംബന്ധിച്ചോളം നല്ല ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയോറിറ്റി. ബിക്കോസ് നല്ലോണം നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഓരോ അസുഖങ്ങൾ വരും. ആൻഡ് നമ്മൾ നല്ല ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ വേണ്ടിയാണല്ലോ ജോലിക്ക് പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. അപ്പം ഞാൻ ഒരു ദിവസത്തിൽ ഏറ്റവും ആദ്യം തന്നെ ചെയ്ത് തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഇലാബറേറ്റ് ആയിട്ടുള്ള ഭയങ്കര സദ്യ ഒന്നും ഡെയിലി നമ്മൾ ഉണ്ടാക്കണ്ട. പക്ഷെ നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് നമ്മൾ പെട്ടെന്നൊന്ന് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടക്കും. നമ്മൾ വിശന്നിരിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് തോന്നുന്നത് ആ കാര്യം ആദ്യമേ അങ്ങ് തീർത്ത് വെക്കുക. സോ ഐ ഫീൽ ദാറ്റ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ rest of the stuff will fall into place automatically. So next thing is seeking help and self-care. ഇപ്പം നമ്മളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹെൽപ്പ് ചോദിക്കുക. ഇപ്പം ഞാൻ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ദേ ആർ ലൈക്ക്, ഇപ്പം കിച്ചണിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചോദിക്കത്തേ ഇല്ല. ഞാൻ ഇതങ്ങ് ചെയ്തോളാം എന്നുള്ള ഒരു മട്ടിലാണ് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതിയ ഒരു കണ്ടെയ്നർ തുറക്കുക, ഇപ്പം എണ്ണ വാങ്ങിച്ചു കുപ്പി തുറക്കുക, എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും മേളിലോട്ടൊരു സാധനം വെക്കുക, എനിക്ക് പൊക്കം കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും മേളിലോട്ട് സാധനം വെക്കുന്ന പരിപാടിയൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അതിനൊക്കെ ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോട് ഹെൽപ്പ് ചോദിക്കും. അല്ലാതെ ഇത് ഞാൻ തന്നെ ചെയ്യേണ്ടതാണ്, ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭാഗമാണല്ലോ ഈ എണ്ണക്കുപ്പി തുറക്കുന്നതും ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുന്നതും എന്നൊന്നും ഞാൻ വിചാരിക്കാറില്ല. എനിക്ക് എപ്പോഴാണോ സഹായം വേണ്ടത് ഞാൻ അപ്പം തന്നെ സഹായം ചോദിക്കും. ആൻഡ് താങ്ക്ഫുള്ളി സഹായം കിട്ടുന്ന ഒരു സെറ്റപ്പിൽ കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം നമ്മൾ സഹായം വേണ്ടപ്പോഴൊക്കെ തീർച്ചയായിട്ടും അത് എവിഡൻ്റ് ആക്കുക. നമ്മൾ എവിഡൻ്റ് ആക്കിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് അറിയത്തില്ലായിരിക്കും നമുക്ക് ഒരു സഹായം വേണമെന്ന്. അപ്പം നമുക്ക് സഹായം വേണ്ടാന്ന് പറഞ്ഞിട്ട് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ വാ തുറന്ന് ചോദിച്ചാലേ നമുക്കത് കിട്ടത്തുള്ളൂ. ആൻഡ് ഓൾസോ സെൽഫ് കെയർ. നമുക്ക് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി എന്താണോ നമുക്ക് സന്തോഷം തരുന്നത് അത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ള ഒന്നും ചെയ്യാറില്ല. കാരണം ആൾക്കാർ പുള്ളിക്കാരിയെ ജഡ്ജ് ചെയ്യും എന്നുള്ള ഒരു ഭയം കൊണ്ട്. അങ്ങനെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്കത് ഭയങ്കര ഒരു ഓഡായിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നും. അതൊന്നും സാരമില്ല, നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേനും എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ടൈം ഇൻ സെൽഫ് കെയർ. സോ നെക്സ്റ്റ് തിങ് ഈസ് ഡിറ്റർമിനേഷൻ വിത്ത് ഹെൽത്ത്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ.
നമുക്ക് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകാനോ ഇല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തായാലും എക്സസൈസിന് ടൈം കണ്ടുപിടിക്കുക തന്നെ ചെയ്യുക. ഇപ്പോൾ ചില ചേച്ചിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബാക്കി എല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നടക്കാൻ പോകാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു യോഗ ചെയ്യാനോ ഒന്നിനും അവർക്ക് ടൈമില്ല. എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? നമ്മളൊന്ന് പ്രയോറിറ്റി കൊടുക്കുക. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്, അതിൽ 12 മണിക്കൂർ കൂടുതൽ നമ്മൾ എണീറ്റിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് ഒന്ന് പുറത്ത് പോയി വേറെ ഹാർഡ് എക്സസൈസസ് ഒന്നും ചെയ്യണ്ട. ജിമ്മിലൊക്കെ പോയിട്ട് വെയിറ്റ് എടുക്കുക, അങ്ങനത്തെ എക്സസൈസ് ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒരു 30 to 40 മിനിറ്റ്സ് നമുക്ക് ഡെയിലി ഒന്ന് നടക്കാൻ പോകാൻ പറ്റുമെങ്കിൽ തന്നെ നമ്മുടെ ഹെൽത്തിനെ അത് ഭയങ്കരമായിട്ട് പോസിറ്റീവ്ലി എഫക്റ്റ് ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് women get lost in different roles that she is trying to decorate. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് തിങ് ഈസ്, നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കുക അല്ലേ. ഇപ്പം എല്ലാ ദിവസവും ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ വർക്കിൽ നിന്ന് ബ്രേക്ക് എടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, വീക്കെൻഡിൽ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുക. അതെല്ലാം കംപ്ലീറ്റ്ലി നോർമലാണ്. നമ്മളിപ്പോൾ അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തു എന്ന് വെച്ച് ഒരാൾക്കും ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ജോലികളും കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുന്നത് നമുക്കൊരു റീചാർജ് ആയിട്ട് കൂടി കണക്കാക്കാം അല്ലേ. ആ ബ്രേക്ക് എടുക്കുന്നത് നമ്മുടെ ജോലി ഒന്നും കൂടി നന്നായിട്ട് ഹാപ്പി ആയിട്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ സ്വയമേ ആക്സെപ്റ്റ് ചെയ്യുക, ഓക്കെ ഇന്ന് എനിക്കൊരു നല്ല ദിവസമല്ല, ഇന്ന് എൻ്റെ മൂഡ് അത്രയും നല്ലതല്ല, ഐ ഡോണ്ട് വോണ്ട് ടു ഡൂ ദ തിങ്സ് വിച്ച് ഐ നോർമലി ഡൂ. അപ്പോൾ ഇന്ന് ഞാനൊരു ബ്രേക്ക് എടുക്കാൻ പോവാണ്, ഞാൻ ഇന്ന് ബ്രേക്ക് എടുക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഇന്ന കാര്യങ്ങളൊന്നും നന്നായിട്ട് നടന്നു എന്ന് വരത്തില്ല, വിച്ച് ഇസ് ടോട്ടലി ഫൈൻ. അതാദ്യം നമ്മൾ തന്നെ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ആക്സെപ്റ്റ് ചെയ്താലല്ലേ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരും അത് ആക്സെപ്റ്റ് ചെയ്ത് തരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.